ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പോൾ എനിക്ക് നല്ല തലവേദന എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഇഷയെ പോയിട്ട് നൈറ്റ് ഒരു 3 o'clock ആയപ്പോഴാണ് എത്തിയത്. അതും വെറുതെ അല്ല കേട്ടോ എത്തിയത്, നനഞ്ഞ് കുളിച്ച് നമ്മുടെ ഓരോരുത്തരുടെ മേത്തുനിന്നും 10-20 കിലോ ബക്കറ്റ് വെള്ളമെങ്കിലും എടുക്കാമായിരുന്നു. അങ്ങനെ നനഞ്ഞ് കുളിച്ചാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ ഇഷയിലെ ബാക്കിയുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ലേസർ ഷോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലോ അവിടെ കാറ്റും മഴയെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കാറ്റും മഴ ആയതുകൊണ്ട് തന്നെ അവരപ്പം തന്നെ നമ്മുടെ ലേസർ ഷോ അവസാനിപ്പിച്ചു. പിന്നത്തെ മഴയും കാറ്റെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാൽ മാത്രമാണ് അറിയുള്ളൂ. നമ്മൾ ആ കാറ്റും മഴയത്തും ഏതൊക്കെയോ കണ്ടത്തിൽ കൂടെയൊക്കെ കയറിയിട്ടാണ് ലാസ്റ്റ് ബസ്സിൻ്റെ അടുത്ത് എത്തിയത്. അതും ബസ്സിൻ്റെ അടുത്ത് നമ്മൾ വേഗം എത്തി. നമ്മൾ ഇഷയിലേക്ക് ആദിയോഗിൻ്റെ അടുത്തേക്ക് പോകാൻ നേരത്ത് കുറേ വഴി കൂടെ ചുറ്റി വളഞ്ഞാണ് വന്നത്. പക്ഷേ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തിയത് വേഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും പറയണ്ടായിരുന്നു ഇന്നലത്തെ കാര്യം ഗായ്സ്. അപ്പോൾ ഇത്രയും വലിയ കാറ്റും മഴയും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊള്ളുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫോണും ക്യാമറയും എല്ലാം ചത്തിട്ടും ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ ആ മഴയത്തു നിന്ന് ഇവിടെ വന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ അങ്കിള് നമുക്കിതാ ചായ ഉണ്ടാക്കി തരുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കുളിച്ചെല്ലാം ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോയാൽ മതി. അങ്ങനെ നമ്മളിതാ ബ്ലാക്ക് ടീ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ടീ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് ടീ ഇതാ ഊതി കുടിക്കുകയാണ്. അപ്പം നല്ല രസമല്ലേ, നമ്മുടെ മഴേൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ ബ്ലാക്ക് ടീ. അപ്പോൾ ബ്ലാക്ക് ടീൻ്റെ കൂടെ വരുന്നത് നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് കേട്ടോ. ഇന്നലത്തെ മഴ മുഴുവനും നമ്മൾ കൊണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സും തലമുടിയും എല്ലാം നനഞ്ഞ് കുളിച്ചു. ശരിക്കും നമ്മൾ ശിവൻ്റെ അടുത്ത് പോയിട്ട് ശുദ്ധീകലശം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും അമ്മച്ചി അടക്കം മുഴുവനും നനഞ്ഞ് കുളിച്ചു. മേത്തുനിന്ന് വെള്ളം ഇങ്ങനെ വാർന്ന് ഒഴുകുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ നഖം അങ്ങനെ പോയത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താണെന്നറിയോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നലെ എത്തി. ഇന്നലെ രാത്രിയിൽ ഞാൻ നോക്കുമ്പം എൻ്റെ നഖം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള നഖം കൂടെ വെട്ടിക്കളഞ്ഞു. കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ നഖം എല്ലാം പൊട്ടിയത്. അപ്പോൾ അതാ നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഈ നഖങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് ഭയങ്കര ലക്കാണ് കേട്ടോ. നമുക്കങ്ങനെ ഒരിക്കലും കിട്ടില്ല. ഏതെങ്കിലും ഒരു നഖം അപ്പോഴേക്കും പൊട്ടിപ്പോവും. അങ്ങനെ നമ്മളിതാ മഴയെല്ലാം കണ്ടിരിക്കുകയാണ്. അപ്പം മമ്മയും കുഞ്ഞാറ്റിയും ഭയങ്കര അമ്മച്ചിയും എല്ലാവരും ഇതാ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പം നമ്മുടെ കാലവർഷം എല്ലാം നേരത്തെ ആണല്ലോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ഓമ്നി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഓമ്നിയിലാണ് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്ത വീട്ടിലെ അങ്കിളിനോട് ബൈ എല്ലാം പറഞ്ഞ് നമ്മളിപ്പോൾ ഇതാ തിരിച്ചു പോകാനുള്ള വണ്ടിയിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്കിളിനോട് ബൈ പറഞ്ഞപ്പോൾ നല്ല വിഷമമായി. നല്ലൊരു അങ്കിളായിരുന്നു കേട്ടോ. നമുക്ക് വേഗം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഓരോ കാഴ്ചകൾ കണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞിനി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. നമുക്ക് കുറ്റിപ്പുറത്താണ് എത്തേണ്ടത്. അപ്പം മിനിഞ്ഞാന്ന് രാത്രി നമ്മളെ കണ്ടക്ടർ ഡ്രൈവർ ഏതോ വഴിക്ക് ഇറക്കി വിട്ടു നമ്മൾ പറഞ്ഞില്ലേ കറക്റ്റ് ബസ് സ്റ്റോപ്പ്. അതൊക്കെ നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ പോകുന്ന വഴിക്കും നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴി ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ലേസർ ഷോ ഉണ്ടായിരുന്നത് 7 o'clock എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ അത്രയും വലിയ മഴയും കാറ്റും എല്ലാം വന്നത്. അത് കാരണം തന്നെ ഒരു 5 to 10 minutes ആയിരുന്നു നമ്മുടെ ലേസർ ഷോ ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന മഴയും കാറ്റും ആർക്കും താങ്ങാൻ പറ്റാത്തതായിരുന്നു. അവിടെ വന്ന് എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടാണ് പോയത്. കാറ്റാണെങ്കിൽ നമ്മളെല്ലാവരും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത്ര വലിയ കാറ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഒരു 7:30 ഒക്കെ ആയപ്പം ഏകദേശം നമ്മുടെ ബസ്സിൽ കയറി. അങ്ങനെ ഒരു 2:30-3 മണി ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് നമ്മുടെ ഈ അങ്കിളിൻ്റെ വീട്ടിൽ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആ ഒരു ഫുൾ ടൈം നമ്മൾ നനഞ്ഞ് കുളിച്ചായിരുന്നു ഇരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അറിയുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മഴയും കാറ്റും നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നത് ഗായ്സ്. ഇപ്പം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ജേണി ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ആ മഴയും കാറ്റും അത് വലിയൊരു ബിഗ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എത്ര പേരുടെ കൊടയാണെന്നറിയോ നമ്മുടെ കുസൃതിക്കാറ്റ് എടുത്തുകൊണ്ട് പോയത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ എങ്ങനെയൊക്കെയാണ് ബസ്സിലെത്തിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ വേഗം നമ്മൾ ബസ്സിലെത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇഷേൻ്റെ ചുറ്റും
ഇങ്ങനെ കണ്ടൊക്കെ പോലെ ഉണ്ടായിരുന്നു, നിറച്ച് വെള്ളമൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ വന്നിട്ട് ഹോട്ടൽ വൃന്ദാവൻ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇതാ ഇപ്പം അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ കുഞ്ഞാറ്റയും മമ്മയും പൈങ്കിളി എല്ലാവരും നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഗായ്സ് ഇപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം മമ്മയും കുഞ്ഞാറ്റയും അമ്മച്ചിയും ഒരുമിച്ചാണ് കേട്ടോ. ഞാനും പൈങ്കിളിയും ഒരുമിച്ചാണ് ഇരുന്നത്. അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ സമയത്ത് നൈസായിട്ട് ഹെഡേക്കും ആ ഒരു ജലദോഷത്തിൻ്റെ ആരംഭമൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ വെള്ളയപ്പം എന്താ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വെള്ളയപ്പമാണ് കേട്ടോ ഓർഡർ ചെയ്തേ. അപ്പം നമ്മുടെ മമ്മയ്ക്കും എല്ലാവർക്കും കറി കിട്ടി ഗൈസ്, എനിക്ക് മാത്രം കിട്ടിയില്ല. എന്താലേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് കറി വരുമോയെന്ന് നോക്കിയിരുന്ന് ലാസ്റ്റ് നമ്മുടെ കറിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഞാനും പങ്കനും കൂടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ കടലക്കറിയാണ് കേട്ടോ. അപ്പം നമ്മളിതാ കടലക്കറി എടുത്തിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഇതാ നമ്മൾ കടലക്കറിയും നമ്മുടെ വെള്ളയപ്പവും കൂടെ കഴിക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പോവാൻ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ പങ്കെന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി കഴിക്കണം. ഞാനും പങ്കനും കൂടെ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഒരു കഴിച്ചു. ഫുഡിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചായ കുടിക്കാം. അങ്ങനെ നമ്മുടെ ചായ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കടുപ്പം കുറച്ച് കുറവായിരുന്നു നമ്മുടെ ചായക്ക് ഗായ്സ്. അപ്പോൾ എനിക്ക് കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം. അങ്ങനെ നമ്മളിതാ വെള്ളച്ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഫുഡെല്ലാം കഴിച്ച് നമ്മളിപ്പോൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇതൊക്കെ നമ്മുടെ ബസ് സ്റ്റോപ്പാണ്. ആ ഡ്രൈവർ അന്ന് നമ്മളെ ഇറക്കി വിട്ടത് ഏതോ ഒരു വഴിക്കാണ് കേട്ടോ, കറക്റ്റ് ബസ് സ്റ്റോപ്പിലല്ല. അങ്ങനെ നമുക്കിതാ നമ്മുടെ KSRTC ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടുവിട്ട ഉണ്ണികൃഷ്ണൻ ചേട്ടായിനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിതാ ബസ്സിലാണിപ്പോൾ ഉള്ളത് ഗായ്സ്. അപ്പോൾ ബസ്സിൽ കയറിയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സീറ്റെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് കഴിയണം അത്. അങ്ങനെ നമ്മളിതാ ഫ്രണ്ടിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനും അമ്മയും ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പൈങ്കിളിയും കുഞ്ഞാറ്റിയും അമ്മച്ചിയും വേറെ വേറെ സീറ്റിലാണ് കേട്ടോ. അപ്പോൾ അവർ ബാക്ക് സീറ്റിലാണ്, നമ്മളിതാ ഫ്രണ്ട് സീറ്റിലും. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഇരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ഒരുപാട് വഴികളെല്ലാം ബ്ലോക്കായിരുന്നു. ബസ് ഏതൊക്കെയോ വഴി കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഇരിക്കുകയാണ് ഗായ്സ്. അപ്പം നല്ല മഴയുണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ വന്ന അന്ന് നല്ല മഴയായിരുന്നു, പിന്നെ അവിടെ പോയ അന്നും മഴയായിരുന്നു, തിരിച്ച് വരുമ്പോഴും മഴയായിരുന്നു. അപ്പം നമ്മുടെ അമ്മച്ചിതാ ഇങ്ങോട്ട് വന്നിരുന്നിട്ടുണ്ട്. അവരവിടെ ഫ്രണ്ട് ഡോർ സീറ്റിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം നല്ല മഴ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. നമുക്ക് കണ്ണുപോലും കാണില്ല, അത്രയും മഴയാണ് കേട്ടോ. ഇപ്പോൾ രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ ഈ ഒരു മഴയായിരിക്കും നമ്മുടെ വയനാട്ടിലേക്കെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ചുരമൊക്കെ ബ്ലോക്കായ അടിപൊളിയാവും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് റോഡ് നിങ്ങൾ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുഴ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം പുഴയിൽ കൂടെയാണ് ഇപ്പം നീന്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബസ്സും അങ്ങനെ തന്നെ കേട്ടോ, ഈ വെള്ളത്തിൽ കൂടെ നീന്താണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബസ് നോക്കിയൊരു നടപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി ബസ് വരുന്നത് ദാ ആ ഒരു സെക്ഷനിലാണ്. അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ ബസ്സുകാർക്ക് തോന്നിയ പോലെയാണ് ബസ് കൊണ്ടിടാറ്. എഴുതിയിട്ടുള്ള ബോർഡിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ ദാ ഇവിടെ തൃശ്ശൂർ ബസ് മാത്രമാണ് ഉള്ളൂ. നമ്മളന്ന് വന്ന സമയത്ത് ഒരു തൃശ്ശൂർ ബസ് പോലും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അതോ തൃശ്ശൂർ ബസ് കിടക്കുന്നത് വേറെ ഒരു ബോർഡിൻ്റെ താഴെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ഇതാ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഏതാണ്, അതാ ബസ്സല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കാം. അങ്ങനെ ഒരുപാട് ബസ് ഇന്ന് കാണാൻ പറ്റി. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഒറ്റ ബസ്സുകൾ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നന്നായി ബുദ്ധിമുട്ടിയാണ് കുറ്റിപ്പുറത്തേക്ക് വരാൻ കഷ്ടപ്പെട്ട് വന്നത്. അങ്ങനെ നമ്മുടെ സുൽത്താൻ ബത്തേരി ബസ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും നോക്കിയില്ല, ചാടി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളിതാ ബസ്സിലേക്ക് കാലെടുത്ത് വെച്ച് കയറുകയാണ് കേട്ടോ. ബസ് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ഒരു സമാധാനം. അങ്ങനെ നമ്മൾ ദാ ബസ്സിൽ കയറി. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ബസ്സെല്ലാം ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടില്ലേ, നല്ല പുഴയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഗായ്സ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുഴയിൽ കൂടെ പോകുന്ന പോലെയാണ് തോന്നിയത്. നമ്മുടെ കോഴിക്കോട് റോഡാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ ഞാനും അമ്മയും അമ്മച്ചി ഒരേ സീറ്റിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പൈങ്കിളിയും കുഞ്ഞാറ്റിയും നമ്മുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ തന്നെയാണ്, പക്ഷേ അവർ വേറെ സീറ്റിലാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയാണ് അവർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മൾ കുറേ നേരം ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ ബസ് ഇപ്പം ചുരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചുരത്തിലേക്ക് നല്ല മഴയായിരുന്നു. പറയുവാണെങ്കിൽ ഇന്ന് കംപ്ലീറ്റ്ലി മഴയാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഭാഗ്യത്തിന് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗായ്സ്, ഇപ്പം നമ്മുടെ ചുരത്തിൽ ഫുള്ളും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. മാത്രമല്ല നല്ല പ്യുവർ വൈറ്റ് കളറായിരുന്നു കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മുഴുവനും അപ്പുറം ഇപ്പുറേ മുഴുവനും നമ്മുടെ വെള്ളച്ചാട്ടമായിരുന്നു. അപ്പം ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എല്ലാം എടുക്കാൻ. പക്ഷേ ഷട്ടർ ഓപ്പൺ ചെയ്തെടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങാനും തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കുളിക്കും. അത് കാരണമാണ് ഞാൻ തുറക്കാതിരുന്നത്. അത്രയ്ക്ക് മഴയായിരുന്നു കേട്ടോ. മഴ മാത്രമല്ല, നല്ല കാറ്റും ഉണ്ടായിരുന്നു, ഒപ്പം നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടങ്ങളെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് മുഴുവനും വെള്ളച്ചാട്ടമാണ് കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടം, വലിയ വെള്ളച്ചാട്ടം, എല്ലാ ടൈപ്പ് വെള്ളച്ചാട്ടങ്ങളും നിങ്ങൾ ഈ മഴ ടൈമിൽ നമ്മുടെ ചുരത്തിൽ വന്നാൽ കാണാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇറങ്ങാനൊക്കെ തോന്നി. അപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാവുമല്ലോ. നമ്മുടെ ബസ്സിൻ്റെ വഴിക്ക് പോവും. ഗായ്സ്, ഇപ്പം മഴയും കാറ്റും മാത്രമല്ല, നന്നായിട്ട് കോടയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കോടമഞ്ഞും താഴ്വരയിലാണ് കേട്ടോ. അപ്പോൾ താഴ്വരയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വലിയ ലോറിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ കേട്ടോ. ഗൈസ്, ഇപ്പോൾ കണ്ടില്ലേ, ഇത് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം. അത് കുറച്ച് ചെളി വെള്ളച്ചാട്ടമായിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് മുമ്പോട്ടേക്ക് ഇങ്ങനെ പോവാതെ അവിടെ വൈറ്റ് കളർ വെള്ളച്ചാട്ടം. വാവ്! അപ്പം ഈ ഒരു സൈഡിൽ ഇരുന്നിട്ട് കറക്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാക്സിമാണ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ്, അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ക്യാമറമാൻ കുഞ്ഞാറ്റിയാണ്. അപ്പം അവൻ ദാ ഇപ്പുറത്തെ സൈഡിലെ വെള്ളച്ചാട്ടം നിങ്ങളെ കാണിച്ചു തരും. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ വെള്ളച്ചാട്ടമുണ്ട്. മാത്രമല്ല ഒരുപാട് റെയർ ആയിട്ടുള്ള ഒരുപാട് ചെടികൾ, പൂക്കൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചുരക്കാഴ്ചകൾ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ചുരം കഴിഞ്ഞാൽ എത്തിയിട്ടോ. അപ്പോൾ നല്ല തണുപ്പ് ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് കയറുമ്പോഴുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ മുമ്പിൽ വേറൊരു ബസ്സും കൂടിയുണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ നമ്മുടെ വെൽക്കം ടു വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവിടേക്ക് കയറിയപ്പോഴേക്കും ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല, അത്ര തണുപ്പാണ്. പക്ഷേ ആ ഒരു തണുപ്പാണ് നമ്മുടെ ഒരു ഇത്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ കൽപ്പറ്റ എത്തി. നമ്മുടെ ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിയപ്പോഴേക്കും മാക്സിമം നമ്മുടെ മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല കാര്യമായില്ലേ. അങ്ങനെ നമ്മളിപ്പം ബത്തേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയ പാടെ നമ്മൾ ആദ്യം പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ചിക്കൻ ഷോപ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പം ചിക്കൻ ഇല്ലാതെ എന്താണ് ഗൈസ് ഉള്ളത് വേറെ. അപ്പം നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മമ്മദാ ചിക്കൻ വാങ്ങാനുള്ള പരിപാടികളെല്ലാം നോക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് മഴ ഇച്ചിരി കുറവുണ്ട്, എന്നാലും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിക്കനെല്ലാം വാങ്ങിയിട്ടാണ് നമ്മളിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 o'clock ഒക്കെ ആവാനായിട്ടുണ്ട്, ഒരു 5 o'clock ഒക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റാളിൻ്റെ ഫ്രണ്ടിലാണിപ്പം ഉള്ളത് ഗായ്സ്. ഇപ്പം നമ്മുടെ അമ്മച്ചി നമ്മുടെ കൂടെ ചിക്കൻ വാങ്ങാൻ വന്നിട്ടില്ല. അമ്മച്ചീനെ നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമ്മുടെ മമ്മയും കുഞ്ഞാറ്റിയും പൈങ്കിളിയും എല്ലാവരും എന്താ നിൽക്കുന്നുണ്ട്. മഴ ഇപ്പം ഇല്ല കേട്ടോ, അത്യാവശ്യം നമ്മുടെ മഴ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മമ്മേൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ചിക്കനാണ്. അങ്ങനെ നമ്മുടെ മമ്മ ദാ ചിക്കൻ എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം, നമ്മുടെ സ്വന്തം ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാം. അപ്പോൾ KSRTC കിട്ടണേന്നാണ് നമ്മളെല്ലാവരും ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഗായ്സ്, നമ്മുടെ മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട്.
അപ്പം എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം KSRTC ബസ്സിലാണ് ഉള്ളത്. അപ്പോൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പൈങ്കിളിയും ഒരേ സീറ്റിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മമ്മയും കുഞ്ഞാറ്റയും അമ്മച്ചിയും ഫ്രണ്ട് സീറ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മുടെ ആ ഒരു ജേണി, നമ്മുടെ തീർത്ഥാടന യാത്ര എന്ന് വേണമെങ്കിൽ പറയാം, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ടാണ് ബാക്കിയുള്ള റെസ്റ്റും കാര്യങ്ങളും എല്ലാം. അപ്പം നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇനി ചെന്ന പാടെ കിടന്ന് ഉറങ്ങണം, അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.